ദൈവത്തിന് അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ തവണ നമ്മൾ ചിന്തിച്ചത് താഴ്മയെക്കുറിച്ചും താഴ്മയിലൂടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തോട് കാണിച്ച അനുസരണത്തെക്കുറിച്ചുമാണ്. അതുപോലെ തന്നെ ആദാമും ഹവ്വായ്ക്കും സംഭവിച്ചത് എന്താണ്? അവർക്ക് നിഗളം സംഭവിച്ചതുകൊണ്ട് അവർ അനുസരണക്കേടിലേക്ക് പോയതും കർത്താവായ യേശു ക്രിസ്തു താഴ്മ മുഖാന്തരം അനുസരണം ഉള്ളവനായി തീർന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഇനി നമുക്ക് നമ്മുടെ വചനത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കാണാം. നമുക്കറിയാം, അബ്രഹാം എന്ന് പറയുന്ന ആ വ്യക്തി വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്നു. വളരെ ധനികനും ഒന്നുകൂടെ പറഞ്ഞാൽ ആ നാട്ടിലെ ഒരു പ്രമാണിയെ പോലുള്ളൊരു മനുഷ്യനായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം എങ്ങനെയായിരുന്നു തനിക്ക് ദൈവത്തോടുള്ള സമീപനം എങ്ങനെയായിരുന്നു? അത് നമുക്ക് വചനം വായിക്കും മനസ്സിലാവും. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 18-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അദ്ദേഹം ദൈവവുമായിട്ടുള്ളൊരു കോൺവെർസേഷനാണ്. അതായത് ഒരു പ്രെയർ ആണെന്ന് പറയാൻ പറ്റത്തില്ല, ദൈവവും അബ്രഹാമും തമ്മിലുള്ള ഒരു സംഭാഷണം നമുക്കവിടെ കാണാം. അവിടെ അബ്രഹാം ദൈവത്തോട് പറയുകയാണ്, പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ. അപ്പോൾ ശരിക്കും അബ്രഹാമിനോട് നമുക്കൊന്ന് ചോദിക്കാം, ഇത്രയും വലിയ മനുഷ്യൻ, അതായത് ദൈവത്തോട് വളരെ അടുപ്പവും വളരെ ബന്ധവുമുള്ള, അതായത് ദൈവത്തോട് ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു കണക്ഷനുള്ളൊരു മനുഷ്യനാണ് അബ്രഹാം. അതുകൊണ്ടായിരിക്കും ഇതിൻ്റെ ചരിത്ര ഭാഗങ്ങൾ മനസ്സിലാക്കി നമുക്ക് മനസ്സിലാവും ദൈവം അബ്രഹാമിനോട് എങ്ങനെയായിരുന്നു. ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമായിരുന്നു സോതോമിനെ നശിപ്പിക്കുക എന്നുള്ളത്. കാരണം അവരുടെ പാപം അതികഠിനമെന്ന് ദൈവം കണ്ടു. ദൈവത്തിനത് സഹിക്കാൻ കഴിയാതായപ്പം ദൈവം സോതോമിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. ഈ കാര്യം ദൈവം എന്ത് ചെയ്യുന്നു? അബ്രഹാമിനോട് പറയുക, ഞാൻ സോതോമിനെ നശിപ്പിക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ അബ്രഹാമിനറിയാം, സോതോം നശിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരിക്കുന്ന ലോത്തും കുടുംബവും മരിച്ചു പോകുമെന്ന് അബ്രഹാമിനറിയാം. അപ്പം ഈ അബ്രഹാം എന്ത് ചെയ്യുന്നു? ദൈവത്തോട് പറയുക, കർത്താവേ ദൈവമേ, അവിടെ ഒരു 100 നീതിമാന്മാരുണ്ടെങ്കിൽ നീ നശിപ്പിക്കുമോ? അല്ലെങ്കിൽ 50 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? അങ്ങനെ ദൈവത്തോട് യാചിച്ച് ലാസ്റ്റ് 10 പേരുണ്ടെങ്കിൽ നീ നശിപ്പിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് അബ്രഹാം വീണ്ടും ദൈവത്തോട് ക്ഷമ ചോദിക്കുക, ദൈവമേ, പൊടിയും വെണ്ണീറുമായ ഞാൻ അങ്ങയോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ. അതായത് ഇത്രയും പ്രിവിലേജ് ഉള്ളൊരു മനുഷ്യൻ, ദൈവത്തോട് ഇത്രയും വലിയൊരു ഫ്രണ്ടിനെ പോലെയാണ് ദൈവം അബ്രഹാമിനെ കാണുന്നത്. അതുകൊണ്ടാണല്ലോ ദേശത്ത് നടക്കാൻ പോകുന്ന ഒരനർത്ഥം ദൈവം നേരിട്ട് അബ്രഹാമിനോട് പറയുന്നത്. ദൈവത്തിന് അബ്രഹാമിനോട് പറയേണ്ട ഒരാവശ്യമില്ല. ദൈവത്തിന് നേരിട്ട് ദൈവം സൃഷ്ടിച്ച ഒരു സ്ഥലത്തെ നശിപ്പിക്കണമെങ്കിൽ ദൈവത്തെ നേരിട്ട് പോയി നശിപ്പിച്ചാൽ മതി. പക്ഷേ ദൈവം ഇവിടെ അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ സോതോമിനെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് നേരത്തെ ഒരു മുന്നറിയിപ്പ് കൊടുത്തു. അപ്പോഴാണ് അബ്രഹാം എന്ത് പറയുന്നത്? ദൈവമേ, അവിടെ ഇത്രയും പേരുണ്ടെങ്കിൽ അങ്ങ് നശിപ്പിക്കുമോ എന്ന് ചോദിച്ചിട്ട് പറയുകയാണ്, പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ. വീണ്ടും നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കാണാം, ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും വലിയൊരു മനുഷ്യനായ അബ്രഹാം പോലും ദൈവത്തിന് മുൻപാകെ വളരെ താഴ്മയുള്ളവനായിരുന്നു. നമുക്കൊന്ന് ആലോചിക്കാം, ഈ അബ്രഹാമിൻ്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ദൈവത്തോട് സംസാരിക്കുന്നത്? നമ്മൾ പറയും, ഞാൻ എൻ്റെ അപ്പൻ്റെ വിഗ്രഹങ്ങളെ വിറ്റുകൊണ്ട് നടന്ന ഒരു മനുഷ്യനാണ് അല്ലേ. എന്നിട്ട് എല്ലാം കളഞ്ഞിട്ട് ഞാൻ എൻ്റെ അപ്പൻ്റെ ദേശവും എൻ്റെ സ്വന്തം ദേശവും എൻ്റെ ചാർച്ചക്കാരെയും ബന്ധുമിത്രാദികളെയൊക്കെ വിട്ടിട്ട് ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഞാൻ വന്നു. എന്നിട്ടും ദൈവം എന്ത് ചെയ്യുന്നു? എൻ്റെ സഹോദരപുത്രനായ ലോത്തിനെ നശിപ്പിക്കാൻ പോവുക. എന്നാലും ദൈവമേ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിനക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പല കണക്കുകളും നമ്മൾ പറയും അല്ലേ. ഞാൻ നിനക്ക് വേണ്ടി നിലനിന്നു, വിശ്വാസത്തിന് വേണ്ടി നിലനിന്നു, ഞാൻ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞാൻ രക്ഷയിലേക്ക് വന്നിട്ട് 30 വർഷമായി, ഞാൻ വന്നിട്ട് 50 വർഷമായി, എന്നിട്ട് നീ എന്നെ നശിപ്പിക്കാൻ പോവുകയാണോ? നീ എൻ്റെ സഹോദര കുടുംബത്തെ നശിപ്പിക്കാൻ പോവുകയാണോ എന്നൊക്കെ പല രീതിയിൽ നമ്മൾ ദൈവത്തോട് പറഞ്ഞേനെ, ചോദ്യങ്ങൾ ചോദിച്ചേനെ. ഞാൻ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പല കണക്കുകളും നമ്മൾ ദൈവത്തോട് നിരത്തിയേനെ. പക്ഷെ ഇവിടെ അബ്രഹാം അങ്ങനെ താൻ ചെയ്ത കാര്യങ്ങളോ അതിൻ്റെ കണക്കുകളൊന്നും ദൈവത്തോട് പറയുന്നില്ല. അദ്ദേഹം വളരെ താഴ്മയോടെ ദൈവത്തോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് താൻ താഴ്മയോടെ ദൈവസന്നിധി നിലനിന്നത് കൊണ്ടാണ് ദൈവം എന്ത് ചെയ്തത്? ബഹുജാതികളുടെ പിതാവായി അല്ലെങ്കിൽ വിശ്വാസികളുടെ പിതാവായിട്ട് അദ്ദേഹത്തെ ഉയർത്തിയതും ദൈവം മാനിച്ചതും. തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ടാണ് അബ്രഹാമിനെ ദൈവം ഉയർത്തിയത്. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം.
നമ്മുടെ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ 18-ാം അധ്യായത്തിൽ ഒരു പ്രാർത്ഥന കാണുന്നുണ്ട്, 2 പേരുടെ പ്രാർത്ഥന. അവിടെ നമുക്ക് കാണാം ഒരു പരീശനുമുണ്ട്, ഒരു ചുങ്കക്കാരനുമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ 2 പേരെയും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിർത്തുക. ഓക്കെ, പരീശൻ്റെ പ്രാർത്ഥനയെന്ന് പറയുന്നത് വളരെ നല്ല പ്രാർത്ഥനയാണ്. എങ്ങനെയാണ് പുള്ളി പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, ഞാൻ എല്ലാത്തിനും ദശാംശം കൊടുക്കുന്നു, ഞാൻ എല്ലാ ആഴ്ചയിലും ചർച്ചിൽ പോകുന്നുണ്ട്, ഞാൻ വെള്ളവസ്ത്രം മാത്രം ധരിക്കുന്നു, പിന്നെ ഞാൻ എല്ലാ ദശാംശവും കൊടുക്കുന്നുണ്ട്, 2 ദിവസം ഉപവസിക്കുന്നുണ്ട് ആഴ്ചയിൽ, ഞാൻ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലൊന്നുമല്ല, വളരെ നല്ല മനുഷ്യനാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. പക്ഷേ ചുങ്കക്കാരൻ അങ്ങനെ പ്രത്യേകിച്ച് വാചാലനായിട്ടൊന്നും സംസാരിക്കുന്നില്ല. പുള്ളിക്കറിയാം താനൊരു പാപിയാണെന്ന് അറിയാവുന്നത് കൊണ്ട് താൻ ദൈവത്തോട് നിലവിളിക്കുക. പക്ഷേ ഈ 2 വ്യക്തികളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചോദിക്കുക, നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും? ഇവരിൽ ആരാണ് നല്ല വ്യക്തി? ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും പരീശനാണ് നല്ലവൻ. കാരണം എന്താ? പരീശൻ വളരെ നല്ല പ്രവർത്തികളാണ് ചെയ്യുന്നത്. അദ്ദേഹം ദുർനടപ്പുകാരനോ അശുദ്ധനോ ഒന്നുമല്ല. എല്ലാ ആഴ്ചയിലും ചർച്ചയിൽ പോകുന്നവനാണ്, ഉപവസിക്കുന്നവനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്, ദശാംശം കൊടുക്കുന്നവനാണ്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. പക്ഷെ പരീശനെ ചുങ്കക്കാരനെ നോക്കിക്കാട്ടെ. ചുങ്കക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു, ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ പോയിട്ട് ആൾക്കാരെ പിടിച്ചു പറിക്കുന്നുണ്ടാവാം, മറ്റുള്ളവർ ഉപദ്രവിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ ഗവൺമെൻറ് നികുതി ചുമത്തുന്നത് ചിലപ്പം 500 ദിർഹംസ് ആണെങ്കിൽ ചുങ്കക്കാരൻ ചിലപ്പോൾ 1000 ദിർഹംസ് എക്സ്ട്രാ എടുക്കുന്നുണ്ടാവാം. അങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, ഒരുപാട് ദ്രോഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ചുങ്കക്കാരൻ. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് എന്തായാലും ചുങ്കക്കാരനെ ഇഷ്ടമല്ല. പരീശ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ആത്മീയതയുള്ളൊരു മനുഷ്യനാണ്. ചുങ്കക്കാരൻ വളരെ ദുഷ്ടനായ ഒരു മനുഷ്യനാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ. പക്ഷെ ഇവിടെ നമുക്ക് നോക്കാം, ഇവർ 2 പേരും പ്രാർത്ഥിച്ചിട്ടും ദൈവം നീതിമാനായ പരീശൻ്റെ പ്രാർത്ഥന കേട്ടില്ല. ദൈവം ആരുടെ പ്രാർത്ഥന കേട്ടത്? ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന കേട്ടു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. അതിനെ താഴോട്ട് വായിക്കുമ്പോൾ വചനം പറയുക, നിങ്ങൾ എന്താണ്, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടുമെന്ന്. അപ്പോൾ ശരിക്കും നമുക്ക് പരീശനോട് ചോദിക്കാം, പരീശ, നിനക്ക് എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കാഞ്ഞത്? ഇത്രയൊക്കെ നീ ചെയ്തിട്ടും. പരീശനോട് ചോദിച്ചാൽ പരീശൻ പറയും, എൻ്റെ പൊന്നി സിസ്റ്റർ, ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ എല്ലാ ആഴ്ചയിലും സഭായോഗത്തിന് പോയില്ലെങ്കിൽ പാസ്റ്റർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? അതുകൊണ്ട് ഞാൻ എല്ലാ ആഴ്ചയിലും പോവാം. പിന്നെ ഞാൻ ദശാംശം കൊടുത്തില്ലെങ്കിലും പാസ്റ്റർ എന്ത് വിചാരിക്കും? അയ്യോ, ഇത്രയും പൈസ ഉണ്ടാക്കിയിട്ട് ഇവനൊന്നും തരുന്നില്ലല്ലോ എന്ന് എന്നെക്കുറിച്ച് വിചാരിക്കത്തില്ലേ? പിന്നെ ഞാൻ എല്ലാ ആഴ്ചയിലും ഉപവസിക്കാറുണ്ട്. അപ്പം ഞാൻ ഈ ആഴ്ച ഉപവസിച്ചില്ലെങ്കിൽ എൻ്റെ ഭാര്യയും മക്കളൊക്കെ എന്ത് വിചാരിക്കും? എൻ്റെ കുടുംബക്കാർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? ഞാൻ പ്രാർത്ഥിക്കാത്തവനാണെന്ന് വിചാരിക്കും അല്ലേ? അപ്പം ഞാൻ ഈ ചുങ്കക്കാരനെ പോലൊന്നുമല്ല, ഞാൻ വളരെ ഡീസൻ്റായിട്ടൊരു മനുഷ്യനാണ്. അപ്പം ഞാൻ മറ്റുള്ളവരുടെ നടുവിൽ നേരെ ചൊവ്വേ ജീവിച്ചില്ലെങ്കിൽ സഭക്കാരും നാട്ടുകാരും ഒക്കെ എന്നെക്കുറിച്ച് എന്തായിരിക്കും വിചാരിക്കുന്നത്? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ദശാംശം കൊടുക്കുന്നു. പാസ്റ്റർ എന്നോട് എന്ത് ചോദിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ദശാംശം കൊടുക്കുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷേ ശരിക്കും ഈ പരീശൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? സ്വന്തം ആത്മീക വർധനയ്ക്ക് വേണ്ടിയിട്ടാണോ, അതോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ? പാസ്റ്റർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ വിശ്വാസികളെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, കുടുംബക്കാരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഈ പരീശൻ ഓരോ കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം പരീശൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? ദൈവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, മനുഷ്യനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇന്ന് കർത്താവ് യേശുക്രിസ്തു വരുവാണ്. അപ്പോൾ ഇന്ന് ആരൊക്കെ പോകും എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പെട്ടെന്ന് അടുത്തിരിക്കുന്ന ആളിനെ നോക്കും. അപ്പോൾ അടുത്തിരിക്കുന്ന ആളിനെ നോക്കിയിട്ട് അന്നമാമ കൈ പൊക്കിയിട്ടുണ്ട്. അന്നമാമ കൈ പൊക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഉറപ്പായിട്ടും കർത്താവിൻ്റെ പേരിൽ എടുക്കപ്പെടും. കാരണം പുള്ളിക്കാരിയേക്കാളും വിശുദ്ധി കൂടുതൽ എനിക്കാണ്. പിന്നെ ആണുങ്ങളുടെ സൈഡിൽ നോക്കുമ്പോൾ തോമാച്ച കൈ പൊക്കിയിട്ടുണ്ട്. പുള്ളിക്കാരൻ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പോകും. കാരണം പുള്ളിക്കാരൻ വലിയ വിശുദ്ധിയുള്ള മനുഷ്യനൊന്നും അല്ല, വേറെ പല പരിപാടികളും ഉണ്ട്. അപ്പം എന്താണ്, പുള്ളിക്കാളും വിശുദ്ധനാണ് ഞാൻ. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മൾ അന്നമാമയും തോമാശനെയൊക്കെ നോക്കി, മറ്റുള്ളവരെയൊക്കെ നോക്കിയിട്ടാണ് നമ്മളെ വിലയിരുത്തുന്നത്. ഞാൻ അവരെക്കാളും പെർഫെക്റ്റ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പക്ഷേ കർത്താവ് പറയുക, നീ എന്നെ നോക്ക്, നീ എന്നെപ്പോലെ ആകുന്നില്ലെങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയില്ല. നമുക്ക് ദൈവത്തെ പോലെ ആകാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കർത്താവിൻ്റെ വരവിൽ തള്ളപ്പെടും.
അപ്പം ദൈവത്തിൻ്റെ വചനം പറയുകയാ, നീ എന്തു ചെയ്യണം? കർത്താവ് യേശുക്രിസ്തുവിനെ പോലെ ആകാൻ പറ്റുന്നില്ല എങ്കിൽ നീ എന്തു ചെയ്യും? നമുക്ക് ദൈവത്തിൻ്റെ വരവിലെടുക്കപ്പെടാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? കർത്താവിനെ നോക്കുക. നിനക്ക് കർത്താവൻ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? കർത്താവ് വിശുദ്ധനായിരുന്നു, നീ വിശുദ്ധനാണോ? കർത്താവ് മറ്റുള്ളവരെയൊക്കെ സ്നേഹിച്ചു, എനിമീസിനെ പോലും സ്നേഹിച്ചു, അതായത് ശത്രുക്കളെ എല്ലാം സ്നേഹിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? യേശുക്രിസ്തുവിനെ പോലെ തന്നെത്താൻ താഴ്ത്താൻ പറ്റുന്നുണ്ടോ? പിന്നെ നമ്മൾ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മളും പരീശനാണ്. പരീശൻ എന്താ ചെയ്തത്? ചുങ്കക്കാരനെ വെച്ച് കമ്പയർ ചെയ്യുക. ഞാൻ അവനേക്കാളും വിശുദ്ധനായതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ചുങ്കക്കാരനെ പോലെ അല്ലായകയാൽ ദൈവത്തെ വാഴ്ത്തുന്നു. അപ്പം ഞാൻ ചുങ്കക്കാരനെ പോലെ അല്ലാത്തത് കൊണ്ട് എന്താണ്? ഞാൻ നല്ലവനാണ് എന്നുള്ള ചിന്തയാണ് നമ്മുടെ ജീവിതത്തിലുള്ളതെങ്കിൽ ദൈവം പറയുന്നു, നീ ഒരിക്കലും എനിക്കുള്ളവനല്ല. കാരണം നീ എന്നെപ്പോലെ ആകുന്നില്ല എങ്കിൽ നിനക്കൊരിക്കലും എൻ്റെ വരവിൽ എടുക്കപ്പെടാൻ പറ്റില്ല എന്നാണ് കർത്താവ് അവിടെ സൂചിപ്പിക്കുന്നത്.